നമുക്കിനി 17ാമത്തെ മുതൽ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ഈ അക്കൗണ്ടൻസിയുടെ ക്വസ്റ്റ്യൻസ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നിങ്ങൾക്ക് ഇത് എങ്ങനെ ചെയ്യാനായിട്ട് സാധിച്ചു, സമയം കിട്ടിയോ എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻസ് വായിച്ച് മനസ്സിലാക്കി ആൻസർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ആ സമയത്തിനുള്ളിൽ സാധിച്ചോ എന്നുള്ളൊരു സംശയമാണ് ഇത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത്. നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 17. Hanna and Priya are partners in a firm sharing profits and losses in 4:3. They admitted Ramya as a new partner for 1/8 share. Ramya brought 30,000 for capital and 10,500 for her share of goodwill. Goodwill appears in the books at the time of admission of Ramya were 35,000. Give necessary journal entries. ഈ ക്വസ്റ്റ്യനിലുള്ള പ്രത്യേകത എന്താണ്? അഡ്മിഷൻ സമയത്ത് നമുക്കിവിടെ ഗുഡ്വിൽ ഉണ്ട്. ഈ ഗുഡ്വില്ലിനെ നമുക്ക് ഓൾഡ് പാർട്ട്നേഴ്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം. അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമുക്കത് ഡെബിറ്റ് ചെയ്യണം. അപ്പൊ ഫസ്റ്റ് എൻട്രി വരുന്നത് നമ്മുടെ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ്, ഹന്നാസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡേറ്റ്, പ്രിയാസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡേറ്റ് ടു ഗുഡ്വിൽ. അവരുടെ പഴയ റേഷ്യോയിൽ 4:3 നമ്മളത് വീതിച്ചു കൊടുത്തു. അപ്പൊ 35,000 ആണ് ഗുഡ്വിൽ. ഇപ്പൊ 20,000 ഹന്നാസ് ക്യാപിറ്റൽ, പ്രിയാസ് ക്യാപിറ്റൽ 15,000. ദെൻ പുതിയ പാർട്ട്ണർ രമ്യ ക്യാപിറ്റൽ കൊണ്ടുവരുന്നു. ജേണൽ എൻട്രി എന്ത് വരും? ബാങ്ക് അക്കൗണ്ട് ഡെറ്റ് ടു രമ്യാസ് ക്യാപിറ്റൽ 30,000. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഗുഡ്വിൽ കൊണ്ടുവരുന്നുണ്ട്. അപ്പോ ബാങ്ക് അല്ലെങ്കിൽ ക്യാഷ് അക്കൗണ്ട് ഡെറ്റ് ടു ഗുഡ്വിൽ പ്രീമിയം അല്ലെങ്കിൽ ഗുഡ്വിൽ എന്ന് എഴുതിയാലും മതി. 10,500. ഈ ഗുഡ്വില്ലിനെ നമുക്ക് എന്ത് ചെയ്യണം? പഴയ പാർട്ട്നേഴ്സിന് സാക്രിഫൈസിംഗ് റേഷ്യോയിൽ വീതിച്ചു കൊടുക്കണം. ഈ ക്വസ്റ്റ്യനിൽ 4:3 തന്നെയാണ് സാക്രിഫൈസിംഗ് റേഷ്യോ. കാരണം പുതിയ റേഷ്യോ ഒന്നും പറഞ്ഞിട്ടില്ല. ഓൾഡ് ഷെയർ തന്നിട്ടുണ്ട്, പുതിയ ആളുടെ ഷെയർ തന്നിട്ടുള്ളൂ, പഴയത് തന്നെയാണ് സാക്രിഫൈസ്. അപ്പൊ 4:3 ഈ 10,500 നമുക്ക് വീതിച്ചു കൊടുക്കണം. ജേണൽ എൻട്രി വരുന്നത് ഗുഡ്വിൽ പ്രീമിയം അക്കൗണ്ട് ഡേറ്റ് ടു ഹന്നാസ് ക്യാപിറ്റൽ, അതുപോലെ തന്നെ പ്രിയാസ് ക്യാപിറ്റൽ 4:3 നമ്മൾ ഷെയർ ചെയ്യുന്നു. അപ്പൊ ഗുഡ്വിൽ അക്കൗണ്ട് ഡേറ്റ് 10,500, ഹന്നാസ് ക്യാപിറ്റൽ 6,000, പ്രിയാസ് ക്യാപിറ്റൽ 4,500. ഇനി നമുക്ക് നോക്കേണ്ടത് ലാസ്റ്റ് സെക്ഷൻ ആണ്, അതായത് 6 മാർക്ക് ക്വസ്റ്റ്യൻസ്. അപ്പൊ നമുക്ക് 2 ക്വസ്റ്റ്യൻ ആണ് ആൻസർ ചെയ്യാനുണ്ടായിരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 18 നോക്കാം. ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ്, പക്ഷെ നമുക്കിത് വായിച്ച് മനസ്സിലാക്കി ചെയ്യാനായിട്ട് ഇത്തിരി സമയം എടുക്കും. അതാണ് ഇവിടെ നമുക്ക് എനിക്കിത് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് എനിക്ക് തോന്നിയ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താന്നുള്ളത് കമന്റ് ചെയ്യണോട്ടോ. A and B are partners sharing profits in the ratio 2:1. They decided to admit C as a new partner with 1/4 share in profits. C agrees to bring 40,000 as capital. The abstract of books of accounts before C's admission were as follows. ഇവിടെ നമുക്ക് ബുക്സ് ഓഫ് അക്കൗണ്ട്സിന്റെ ഒരു അബ്സ്ട്രാക്ട് മാത്രമാണ് തന്നേക്കുന്നത്. പിന്നെ ഈ ക്വസ്റ്റ്യനിൽ ഇപ്പൊ നമുക്ക് ഓൾഡ് ഷെയർ തന്നിട്ടുണ്ട് 2:1, പുതിയ ആളുടെ ഷെയർ 1/4. അപ്പൊ ഇവിടെ സാക്രിഫൈസിംഗ് റേഷ്യോ 2:1 ആണ്. ന്യൂ റേഷ്യോ എന്ന് പറഞ്ഞത് 2:1:1 ആണ്. പിന്നെ ഈ ക്വസ്റ്റ്യൻ നോക്കുക. ക്യാഷ് തന്നിട്ടുണ്ട്, ക്രെഡിറ്റേഴ്സ് ഉണ്ട്, ഡെപ്റ്റേഴ്സ് ഉണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ് അത് ലോസ് ആണ്. അപ്പൊ അത് എന്ത് ചെയ്യണം? നമുക്ക് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ടതാണ്. ക്യാപിറ്റൽ ബാലൻസ്, സ്റ്റോക്ക്, ഫർണിച്ചർ. നോക്കാം നമുക്ക് അഡ്ജസ്റ്റ്മെന്റ്സ്. ഫോളോയിങ് വേർ അഗ്രീഡ് അപ്പോൺ സീസ് അഡ്മിഷൻ. Provision required for doubtful debts at the rate of 5%. അപ്പൊ റിവാലുവേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ നമുക്ക് അത് കാണിക്കണം. ഡെപ്റ്റേഴ്സ് 24,000 ആണ്, അതിന്റെ 5% പ്രൊവിഷൻ. സ്റ്റോക്ക് ഈസ് റിവാല്യൂഡ് അറ്റ് ₹40,000. സ്റ്റോക്ക് 35,000 40,000 ആയിട്ട് ഇൻക്രീസ് ചെയ്തു. റിവാലുവേഷൻ ക്രെഡിറ്റ് സൈഡിൽ നമുക്ക് 5,000 എഴുതണം. ഫർണിച്ചർ ഈസ് ഡിപ്രീസിയേറ്റഡ് ബൈ 10%. ഫർണിച്ചർ 20,000 ആണ് അതിന്റെ ഡിപ്രീസിയേഷൻ. 10% എന്ന് പറയുമ്പോൾ 2,000 റിവാലുവേഷനിൽ ഡെബിറ്റ് ചെയ്യണം. നമ്മളോട് ഇവിടെ റിവാലുവേഷൻ അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്, ബാലൻസ് ഷീറ്റുമാണ് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ റിവാലുവേഷൻ അക്കൗണ്ടിന്റെ ബാലൻസ് നമുക്ക് കിട്ടുന്നത്, അതായത് റിവാലുവേഷന്റെ ഡെബിറ്റ് സൈഡിൽ നമുക്ക് പ്രൊവിഷൻ 1,200, ഫർണിച്ചർ 2,000, ക്രെഡിറ്റ് സൈഡിൽ വരുന്നത് സ്റ്റോക്ക് 5,000. അപ്പൊ ബാലൻസ് കിട്ടുക 1,800 ആണ്. അതിനെ നമ്മൾ 3:2 എന്ന റേഷ്യോയിൽ നമ്മൾ വീതിച്ചു, 2:1 എന്ന റേഷ്യോയിൽ അപ്പോർഷൻ ചെയ്തു. റേഷ്യോ 2:1 ആണ്, അപ്പൊ അതിന് വീതിക്കുമ്പോൾ 1,200 600 കിട്ടും. ദെൻ ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ എയുടെയും ബിയുടെയും ബാലൻസ് എഴുതി 50,000 40,000. സി ക്യാഷ് കൊണ്ടുവന്ന് 40,000 ക്രെഡിറ്റ് സൈഡിൽ എഴുതി. പിന്നെ റിവാലുവേഷന്റെ ബാലൻസ് നമുക്ക് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ദെൻ ഡെബിറ്റ് സൈഡിൽ വരുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ആണ്.
ദെൻ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ എയുടെ ബാലൻസ് കിട്ടുന്നത് 47,200, ബിയുടെ ചെയ്യുമ്പോൾ 38,600 കിട്ടും. സീസ് ക്യാപിറ്റൽ 40,000 തന്നെ. ദെൻ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ വരുന്ന ക്രെഡിറ്റേഴ്സ് 15,000. ദെൻ 3 പേരുടെയും ക്യാപിറ്റൽ വരും. എസ് ക്യാപിറ്റൽ 47,200, ബിസ് ക്യാപിറ്റൽ 38,600, സീസ് ക്യാപിറ്റൽ 40,000. ദെൻ അസറ്റ് സൈഡ് നോക്കാം നമുക്ക്. ക്യാഷില് 20,000 ഓൾറെഡി ഉണ്ടായിരുന്നു. ദെൻ പുതിയ പാർട്ട്ണർ ക്യാപിറ്റൽ 40,000 കൊണ്ടുവന്നു. അപ്പൊ നമുക്ക് ക്യാഷ് ബാലൻസ് 60,000. ഡെപ്റ്റേഴ്സ് 24,000 ആയിരുന്നു. അതിൽ നിന്ന് പ്രൊവിഷൻ 1,200 കുറച്ച് കഴിയുമ്പോൾ നമുക്ക് 22,800 കിട്ടും. സ്റ്റോക്ക് റിവാല്യൂഡ് ഫിഗർ 40,000. ദെൻ ഫർണിച്ചർ 20,000, അതിൽ നിന്ന് ഡിപ്രീസിയേഷൻ 2,000 കുറച്ച് കഴിയുമ്പോൾ 18,000 കിട്ടും. അപ്പൊ ബാലൻസ് ഷീറ്റിന്റെ ടോട്ടല് 1,40,800. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 19. നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് മധു, പത്മ ആൻഡ് ലീല ആർ പാർട്ട്നർ ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഇൻ ദി റേഷ്യോ 3:2:1. പത്മ റിട്ടയേഴ്സ്. അപ്പൊ 3 പേരുടെ ഓൾഡ് റേഷ്യോ എന്ന് പറയുന്നത് 3:2:1. പത്മയുടെ ഷെയർ എത്രയാണ്? 2/6 ആണ്. ഹെർ ഷെയർ ഈസ് ടേക്കൺ അപ്പ് ബൈ മധു ആൻഡ് ലീല ഇൻ ദി റേഷ്യോ ഓഫ് 3:2. അതായത് 2/6 ഇൻറ്റു 3/5 2/5 ചെയ്യണം. അതിനുശേഷം അതാണ് അവരുടെ ഗെയിൻ എന്ന് പറയുന്നത്. ആ ഗെയിൻ എന്ത് ചെയ്യണം? അവരുടെ ഓൾഡ് ഷെയറിന്റെ കൂടെ ആഡ് ചെയ്യണം. അങ്ങനെയാണ് നമുക്ക് ന്യൂ റേഷ്യോ കിട്ടുന്നത്. അപ്പൊ നമുക്കിവിടെ കിട്ടുന്നത് ന്യൂ റേഷ്യോ കിട്ടുന്നത് 21:9 എന്ന് കിട്ടും. അല്ലെങ്കിൽ 7:3 എന്നുള്ളതാണ് ന്യൂ റേഷ്യോ കിട്ടുക. ദെൻ ഇനി അതിന്റെ പാർട്ട് ബി നോക്കാം. ഇതുപോലെയുള്ള ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഇന്നലെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആരൊക്കെ കണ്ടു എന്നൊന്നും അറിയില്ല. എന്തായിരുന്നാലും സിമിലർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അമൽ, വിമൽ ആൻഡ് കമൽ വെർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം ഷെയറിംഗ് പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് ഇൻ ദി റേഷ്യോ ഓഫ് ദെയർ ക്യാപിറ്റൽ. ക്യാപിറ്റൽ റേഷ്യോ ആണ്. ക്യാപിറ്റൽ അപ്പോ 40,000, 30,000, 10,000. അപ്പൊ 4:3:1 എന്നുള്ളതാണ് റേഷ്യോ. അവരുടെ ബാലൻസ് ഷീറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ ക്രെഡിറ്റേഴ്സ് ഉണ്ട്, ജനറൽ റിസർവ് ഉണ്ട്. ജനറൽ റിസർവ് എന്ത് ചെയ്യണം? എല്ലാ പാർട്ട്നേഴ്സിനുമായിട്ട് വീതിച്ചു കൊടുക്കേണ്ടതാണ്. ദെൻ ക്യാപിറ്റൽ ബാലൻസുകൾ തന്നു. അസറ്റ് സൈഡിൽ ക്യാഷ് അറ്റ് ബാങ്ക്, ഡെപ്റ്റേഴ്സ്, സ്റ്റോക്ക്, ഫർണിച്ചർ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പൊ അസറ്റ് സൈഡിൽ തന്നിരിക്കുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എവിടെ വരും? ക്യാപിറ്റലിന്റെ ഡെബിറ്റ് സൈഡിൽ വരും. വിമൽ ഡൈഡ് ഓൺ July 31st, 2024. അപ്പൊ നമുക്ക് ഇവിടെ നോക്കേണ്ട കാര്യം, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് അക്കൗണ്ടിംഗ് ഇയർ എന്ന് അവസാനിക്കും. 31st മാർച്ചിലാണ് നമ്മുടെ അക്കൗണ്ടിംഗ് ഇയർ അവസാനിക്കുന്നത്. ഇയാൾ മരിക്കുന്നത് 31st ജൂലൈയിലാണ്. അപ്പൊ എത്ര മാസമുണ്ട് 31st മാർച്ചിന് ശേഷം? ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ 4 മാസത്തെയാണ് നമുക്ക് എടുക്കേണ്ടത്. അപ്പൊ ഇവിടെ നമുക്ക് ചെയ്യുമ്പോൾ കിട്ടുക അണ്ടർ ദി ടേംസ് ഓഫ് ദി പാർട്ണർഷിപ്പ് ഡീഡ് എക്സിക്യൂട്ടേഴ്സ് ഓഫ് എ ഡിസീസ്ഡ് പാർട്ണർ വെർ എൻടൈറ്റിൽഡ് ടു. അവർക്ക് കിട്ടേണ്ടത് എമൗണ്ട് എത്രയാണ്? വിമലിന്റെ എക്സിക്യൂട്ടേഴ്സിന് കിട്ടാം എന്നുള്ളതാണ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നോക്കാം നമുക്ക് എന്തൊക്കെയാണ് വരിക എന്നുള്ളത്. അപ്പൊ അയാളുടെ ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കുമ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്ത് എഴുതണം? അയാളുടെ ക്യാപിറ്റൽ ബാലൻസ് 30,000 എഴുതി. ദെൻ പിന്നെ നമുക്ക് എഴുതേണ്ടത് ജനറൽ റിസർവ് ഉണ്ട്. ജനറൽ റിസർവിന് എന്ത് ചെയ്യണം? വീതിച്ചു കൊടുക്കണം. അപ്പൊ ജനറൽ റിസർവ് വീതിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 20,000 ഇൻറ്റു ഇയാളുടെ ഷെയർ എത്രയാ? 3/8 ആണ്. ദെൻ അതുപോലെ തന്നെ അടുത്തായിട്ട് എന്ന് പറഞ്ഞാല് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ഓർ ലോസിന്റെ ഷെയർ കിട്ടും. അപ്പൊ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് എത്രയാണ്? 16,000 ആണ്. അപ്പൊ 16,000 ഇൻറ്റു ഇയാളുടെ ഷെയർ എത്ര വരും? 3/8 കാൽക്കുലേറ്റ് ചെയ്യണം. അത് നമുക്ക് ഡെബിറ്റ് സൈഡിൽ എഴുതേണ്ടതാണ്. 6,000 കിട്ടും. ദെൻ പിന്നെ നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഗുഡ് വില്ല് കണ്ടുപിടിക്കണം. ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് 4 years പർച്ചേസ് ഓഫ് ആവറേജ് പ്രോഫിറ്റ്സ് ഓഫ് ലാസ്റ്റ് 3 years. അപ്പൊ കഴിഞ്ഞ 3 വർഷങ്ങളിലെ പ്രോഫിറ്റ് എടുത്തിട്ട് അതിന്റെ ആവറേജ് കാണണം. അപ്പൊ കഴിഞ്ഞ 3 വർഷത്തെ പ്രോഫിറ്റ് നമുക്ക് തന്നിട്ടുണ്ട് 12,000, 14,000, 16,000. മൂന്നും കൂടെ ആഡ് ചെയ്ത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ നമുക്ക് കിട്ടുന്നത് 14,000 കിട്ടും. ഗുഡ് വിൽ എന്ന് പറയുന്നത് 14,000 ഇൻറ്റു 4 years പർച്ചേസ് ആണ്. അപ്പൊ 56,000 ആണ് നമുക്ക് കിട്ടുക. ഇനി ഗുഡ് വില്ലിൽ നിന്ന് എന്ത് ചെയ്യണം? ഇയാളുടെ അക്കൗണ്ടിലേക്ക് നമുക്ക് എത്രയാണ് മാറ്റുന്നത്? 56,000 ഇൻറ്റു 3/8 ആണ് വരുന്നത്. അപ്പൊ നമുക്കിവിടെ 21,000 കിട്ടും. ഈ 21,000 നമ്മൾ എഴുതുന്നത് എങ്ങനെ എഴുതണം? ഈ അമലും കമലുമാണ്. അവരുടെ രണ്ടുപേരെയും ക്യാപിറ്റലാണ്. അപ്പൊ 4:1 എന്ന റേഷ്യോയിൽ വേണം അതിനെ വീതിക്കാനായിട്ട്.
അമൽസ് ക്യാപിറ്റൽ, കമൽസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് വേണം ഗുഡ് വിൽ കാണിക്കാനായിട്ട്. അതുപോലെ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് അക്കൗണ്ട്. അതായത് മരിക്കുന്ന ഡേറ്റ് വരെയുള്ള പ്രോഫിറ്റിന്റെ ഷെയർ ഇയാൾക്ക് കൊടുക്കണം. അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. അപ്പൊ ലാസ്റ്റ് ഇയറിലെ പ്രോഫിറ്റ് 16,000 ആണ്. അതിന്റെ 4 മന്ത്സ് കാൽക്കുലേറ്റ് ചെയ്യണം. 16,000 into 4/12 ചെയ്യുമ്പോൾ 5,333 എന്ന് കിട്ടും. അതിൽ നിന്ന് വിമലിന്റെ ഷെയർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണത് എത്രയാണ്? 3/8 വരും. അപ്പൊ ഇത് നമുക്ക് എവിടെ എഴുതണം? ഈ വിമലിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ നമുക്ക് എഴുതേണ്ടതാണ്. അതുപോലെ തന്നെ നമുക്ക് പിന്നെ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യണം. വിമലിന്റെ ക്യാപിറ്റൽ എത്രയാണ്? 30,000 ആണ്. അതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് എത്ര പറഞ്ഞിരിക്കുന്നത്? 8%. നമുക്ക് എത്ര മാസമാണുള്ളത്? 4/12 ആണുള്ളത്. ബൈ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്ത് അതും നമുക്ക് ക്രെഡിറ്റ് സൈഡിൽ എഴുതണം. അങ്ങനെയാണ് ബാലൻസിങ് ഫിഗറിന് നേരെ എന്ത് എഴുതണം? വിമൽസ് എക്സിക്യൂട്ടീവ്സ് ലോൺ അക്കൗണ്ട് എന്ന് എഴുതണം. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 19 നോക്കാം. Record necessary journal entries in the following cases at the time of dissolution of partnership firm. Payment of unrecorded liabilities. Unrecorded liability payment നടത്തുമ്പോൾ journal entry വരിക. Realization account dated to bank account 3,200. Stock worth ₹7,500 is taken over by a partner Anu. അപ്പൊ നമുക്ക് journal entry വരിക. Anu's capital account dated to realization 7,500. The next, Binu a partner was to look after the dissolution work for remuneration of ₹10,000. He also agreed to bear dissolution expenses. Actual expenses ₹9,000 were paid by the firm. അപ്പൊ ഇവിടെ നമുക്ക് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ബിനു എ പാർട്ട്ണർ വാസ് ടു ലുക്ക് ആഫ്റ്റർ ഡിസൊല്യൂഷൻ വർക്ക്. ആൾക്ക് കൊടുക്കേണ്ടത് എത്രയാണ്? 10,000 ആണ് ആൾക്ക് കൊടുക്കേണ്ടത്. അപ്പൊ ഇവിടെ നമ്മൾ എഴുതുന്നത് ഹി ഓൾസോ അഗ്രീ ടു ബെയർ ഡിസൊല്യൂഷൻ എക്സ്പെൻസസ്. അപ്പൊ ഡിസൊല്യൂഷൻ എക്സ്പെൻസ് ഉൾപ്പെടെ ആൾക്ക് കൊടുക്കേണ്ടത് എത്രയാണ്? 10,000 ആണ്. അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം റിയലൈസേഷൻ അക്കൗണ്ട് ഡേറ്റഡ് ടു ബിനൂസ് ക്യാപിറ്റൽ എഴുതേണ്ട എമൗണ്ട് എഴുതേണ്ടത് 10,000 ആണ്. ആക്ച്വലി റിയലൈസേഷൻ എക്സ്പെൻസ് 9,000 ആണെങ്കിലും ബിനുവിന് കൊടുക്കേണ്ടത് 10,000 ആണ്. ആ എമൗണ്ട് നമ്മളിവിടെ കാണിക്കും. ദെൻ അടുത്തത് അൺറെക്കോർഡഡ് അസറ്റ്സ് റിയലൈസ് 5,500. ജേണൽ വരിക bank account dated to realization 5,500. Then last, profit on realization amounting to ₹18,000 is to be distributed between partners Anu and Binu in the ratio 5:7. Journal entry variya realization account dated 18,000 to Anu's capital 7,500 to Binu's capital 10,500. ഇങ്ങനെ നമ്മളിപ്പോ ഈ 6 മാർക്സിന്റെ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്തു. ഇനി നമുക്ക് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് അടുത്ത വീഡിയോയിൽ നോക്കാം.